ഹായ് ഫ്രണ്ട്സ്, വേനൽക്കാലമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കണ്ടുവരുന്ന ഒരു കലാപരിപാടിയാണ് മോട്ടറിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കുക. അതായത് മോട്ടർ പമ്പ് ചെയ്യുമ്പോൾ പ്രഷർ വരുന്നില്ല, അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക? ഇതാ ഈ ഒരു പൈപ്പിൻ്റെ അറ്റത്തിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് എയർ കളഞ്ഞിട്ട് പമ്പ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് സാധാരണ നമ്മൾ ചെയ്യുക. പക്ഷേ പലർക്കും അത് പിന്നെയും സെറ്റ് ആവാറില്ല. അപ്പോഴും പ്രഷർ വരില്ല, അല്ലെങ്കിൽ വെള്ളം കുറച്ചേ വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചോ അല്ലെങ്കിൽ ഒരു പ്ലംബറിനെ വിളിച്ചോ നമ്മൾ ശരിയാക്കാറാണ് പതിവ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഇപ്പോൾ വേനൽക്കാലമാണ്, കിണറ്റിൽ അല്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മമ്മ വന്ന് മോട്ടർ ഓണാക്കി. മോട്ടറിന് അലാറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അലാറം അടിക്കും. അങ്ങനെ വെള്ളം തീർന്നപ്പോൾ അമ്മാമ്മ മോട്ടർ ഓണാക്കി അലാറത്തിൻ്റെ ശബ്ദവും അടിക്കണമെന്ന് നോക്കിയിട്ട് അവിടെ പോയിരുന്നു. പക്ഷേ അലാറം അടിച്ചില്ല. പിന്നെ പുള്ളിക്കാരി അത് വിട്ടുപോയി. അങ്ങനെ 2.5 മണിക്കൂറോളം മോട്ടർ ഓണായി തന്നെ ഇരുന്നു. പിന്നീടാണ് മനസ്സിലായത് മോട്ടർ നിറയുന്നില്ല, അതായത് വെള്ളം വരുന്നില്ല, പമ്പ് ചെയ്യണില്ല എന്നുള്ളത്. അപ്പോൾ തന്നെ ഓഫാക്കി. എന്നിട്ട് ഞങ്ങൾ എയറൊക്കെ വലിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി കുറേ നേരം നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി. പക്ഷേ പ്രഷർ വരുന്നില്ല. സോ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ പണി. അതായത് നമ്മുടെ ഫുഡ് വാൽവിലേക്ക് പോകുന്ന ആ ഒരു മോട്ടറിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന കണക്ഷൻ ഇതുപോലെ എയർ വലിച്ച് സ്റ്റക്കായി പോയതാണ് കാരണം. നമ്മളിൽ പലരും ഇതൊന്നും ശ്രദ്ധിക്കാതെ ജസ്റ്റ് എയർ കയറിയതാണെന്ന് പറഞ്ഞ് വെള്ളം ഒഴിച്ച് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു കാര്യമില്ല. സംഭവം ഇതാണ്. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ എയർ കയറി സ്റ്റക്കായി പോകുന്നതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ഇത് ശരിയാക്കണമെങ്കിൽ ഈ ഭാഗത്ത് കട്ട് ചെയ്ത് കളഞ്ഞ് ഇതൊക്കെ എടുത്ത് കളഞ്ഞ് വീണ്ടും ചൂടാക്കി പൈപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരേ ഒരു വഴിയുള്ളൂ. അപ്പോൾ നമുക്ക് അതെന്തായാലും ചെയ്യാം. ഈ ഭാഗം നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട് കട്ട് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പ് ഫിറ്റ് ചെയ്ത് വെള്ളം പൈപ്പിലൂടെ ഒഴിച്ച് കൊടുത്ത് എയർ കളഞ്ഞ് വീണ്ടും മോട്ടർ വർക്കാക്കി തുടങ്ങാവുന്നതാണ്. ഇതുപോലത്തെ ഒരു ബെൻഡഡ് മെറ്റൽ പൈപ്പ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്.